സംവിധായകൻ ഷംസുദ്ദീന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. രാത്രി വാതിൽ പൊളിച്ച് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു? എല്ലാ കേസിലും ഇതുപോലെ തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഹിൽ പാലസ് SH നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് അറസ്റ്റ് എന്നാണ് ഷംസുദ്ദീന്റെ ആരോപണം. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒന്നും കയ്യിൽ നിൽക്കില്ല, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. ഇത് കുറച്ച് വലിയ കളികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. CMൻ്റെ ഓഫീസിൽ നിന്നടക്കം ഈ പറഞ്ഞ പോലെ ആൻസരികയുടെ രാഷ്ട്രീയ സ്വാധീനം ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഷഗാവ് MA ബേബിയുമായിട്ടുള്ള അടുപ്പം ഇവർ പല രീതിയിൽ പല സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളൊരു വർഷമായിട്ട് 1.5 വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരല്ല. ഇവരത് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. സഖാവ് നമ്മുടെ സിനിമയെ സെറ്റിൽ വിസിറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഭയങ്കര അടുത്ത ബന്ധമാണ്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം ഈ ഒരു ബന്ധമാണ്. അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം. എൻ്റെ ഫ്യൂച്ചറാണ് പോകുന്നത്. ഈ വാർത്തയോട് കൂടിയിട്ട് ഞാനൊരു പ്രശ്നക്കാരനായ സംവിധായകനെന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചത്. അതാണിപ്പോൾ നടന്നത്. അറസ്റ്റ് പോലും ഞാൻ എന്തോ ക്രിമിനൽ എന്ന രീതിയിലാണ്. എന്നെ വിളിച്ച സ്റ്റേഷനിൽ പോകാൻ മാത്രമുള്ളൊരു ആളാണ് ഞാൻ. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് എന്നെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക, എൻ്റെ കരിയർ ഇല്ലാതാക്കുക. ഞാനിനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇനി പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ എന്നെ ഏത് രീതിയിലാണ് പ്രൊഡ്യൂസർ അപ്രോച്ച് ചെയ്യുക? എൻ്റെ ഇനിയുള്ള ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ഭാവി എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെടും. ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. നവമി ദിനേശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. നവമി, ഇപ്പോൾ ഈ സംവിധായകൻ പറയുന്നതനുസരിച്ച് വലിയ തോതിൽ ഇടപെടൽ, CMൻ്റെ ഓഫീസിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടന്നു എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്? മാത്രമല്ല, കോടതിയുടെ വിമർശനവും രൂക്ഷമാണല്ലോ. എൽദോ, ഇന്നലെ പുലർച്ചെയായിരുന്നു അഭിലാഷം സിനിമയുടെ സംവിധായകനായിരുന്ന ഷംസുദ്ദീനെ ഫ്ളാറ്റിൽ കയറി പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. ഇത് ഒരു വഞ്ചന കേസാണ്. തനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് പോലും മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞതെന്ന് പറയുന്നുണ്ട് സംവിധായകൻ. പോലീസിൽ നിന്നും മറ്റ് വിവരങ്ങളൊന്നും തന്നെ വിളിച്ചിട്ടില്ല. 16-ാം തീയതി വിളിച്ച ശേഷം ഇങ്ങനെ ഒരു കേസുണ്ട്, ഹാജരാകണമെന്ന് പറഞ്ഞപ്പോൾ താനൊരു ഷൂട്ടിങ്ങിലാണ്, അതിനുശേഷം ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞാണ് ഈ സംവിധായകൻ. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതായത് മുൻകൂർ ജാമ്യം പരിഗണിക്കാനിരിക്കെ അന്ന് പുലർച്ചെ പോലീസ് എന്തിനാണ് ഇത്തരം ഒരു ആക്രമണം കാണിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു കോടതി ചോദിച്ചത്. ഇന്നലെയായിരുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. അപ്പോഴായിരുന്നു പോലീസിന് രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. നിങ്ങൾ എല്ലാ പ്രതികളെയും ഇത്തരത്തിൽ തന്നെയാണോ അറസ്റ്റ് ചെയ്യുന്നത്? മറ്റേതെങ്കിലും ഇനിയും പിടികൂടാനുണ്ടല്ലോ, ആ കേസുകളുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന തരത്തിലുള്ള പല രൂക്ഷ വിമർശനവുമാണ് കോടതി ഈ ഒരു സംവിധായകന്റെ അറസ്റ്റ് നടത്തിയതിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ നേരിട്ട് വന്ന് വിശദാംശം ഇക്കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുകൂടി കോടതി പറയുന്ന സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംവിധായകന് ജാമ്യം ലഭിച്ചു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നിർമ്മാതാവിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം പറയുന്നത്, തന്നെ അറസ്റ്റ് ചെയ്തത് ഒരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരണയിലാണെന്ന് തനിക്കത് തോന്നി. കാരണം സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴും പോലീസുകാരുടെ തന്നോടുള്ള സമീപനവും അത്തരത്തിലായിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്നുകൂടി സംവിധായകൻ ന്യൂസ് 18നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. MA ബേബിയുടെ മരുമകളുടെ സഹോദരിയാണ് ഈ നിർമ്മാതാവായിട്ടുള്ള ആൻസരിക ആന്റണി. അതായത് അഭിലാഷം സിനിമയുടെ നിർമ്മാതാവ് ആൻസരിക ആന്റണി MA ബേബിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. MA ബേബി നിരവധി തവണ ഈ സിനിമയിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയത്. അതിന്റെ ദൃശ്യങ്ങളടക്കം സംവിധായകൻ പുറത്തുവിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിർമ്മാതാവ് പല സമയങ്ങളിലും ഈ ഷൂട്ടിങ്ങിൽ വലിയ പ്രശ്നമുണ്ടാക്കുകയും ആ സമയത്തൊക്കെ തനിക്ക് നല്ല രാഷ്ട്രീയ സ്വാധീനമുണ്ട്, നിങ്ങളുടെയൊക്കെ കരിയർ അവസാനിപ്പിക്കും, MA ബേബിയോട് ഇക്കാര്യം പറഞ്ഞു കൊടുക്കുമെന്ന തരത്തിൽ പല തരത്തിലുള്ള ഭീഷണിയായിരുന്നു നിർമ്മാതാവ് ആ സിനിമ പൂർത്തിയാകുന്നത് വരെ ഉടനീളം നിർമ്മാതാവിൽ നിന്നും ഉണ്ടായത് എന്നുകൂടി സംവിധായകൻ പറഞ്ഞു വെക്കുന്നുണ്ട്.
അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു അറസ്റ്റ്, അതും ഇതൊരു വ്യാജ പരാതിയാണ്. ഈ പരാതിയിൽ പറയുന്ന പോലെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, താനൊരു ഡിസ്ക് ഈ സിനിമയുടെ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത്. സിനിമ റിലീസായി, അത് OTT-യിലും വന്നു, തിയേറ്ററിലും വന്നു. പിന്നെ എങ്ങനെയാണ് തനിക്ക് അതിന്റെ ഹാർഡ് ഡിസ്ക് മോഷ്ടിക്കാൻ കഴിയുന്നത്? അത് സ്വാഭാവികമായും നിർമ്മാതാവിന് മാത്രമായിരിക്കും ആ ഹാർഡ് ഡിസ്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക. അത് കൃത്യമായിട്ടുള്ള രേഖകളുമുണ്ട്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് താനത് മോഷ്ടിച്ചു എന്ന് പറയുന്നത്? അതോടൊപ്പം തന്നെ സിനിമയിൽ അഭിനയിച്ച അണിയറ പ്രവർത്തകർക്ക് ഇപ്പോഴും ലക്ഷങ്ങൾ ഈ നിർമ്മാതാവ് നൽകാനുണ്ട്. സംവിധായകരും ക്യാമറാമാനും ഒക്കെ അവർ ചെയ്ത വർക്കിന്റെ പണം പോലും തിരികെ നൽകിയിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇതെല്ലാം മറച്ചു വയ്ക്കാനാണ് ഇത്തരത്തിലൊരു വ്യാജ പരാതിയുമായി നിർമ്മാതാവ് രംഗത്തെത്തിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയ്ക്കായി സംവിധായകന് ഒരു കാർ നൽകിയിരുന്നു. ആ കാർ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് തിരികെ നൽകുകയും ചെയ്തു. പക്ഷേ കാർ താൻ മോഷ്ടിച്ചു എന്നൊരു പരാതി കൂടി നിർമ്മാതാവ് നൽകി. പക്ഷേ അത് കൃത്യമായി തന്നെ താൻ പോലീസിനോട് കാർ എവിടെയാണുള്ളതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ താനൊരു കള്ളനായി മാറിയെന്ന് കൂടി സംവിധായകൻ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിന്റെ ചുരുക്കം, തന്റെ കരിയർ നശിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലത്തോടു കൂടിയാണ് നിർമ്മാതാവ് തനിക്കെതിരായിട്ടുള്ള വ്യാജ പരാതി നൽകുന്നത്. അതിന് ഭാഗമായിട്ട് തന്നെയായിരുന്നു പോലീസിന്റെ ഈ നാടകീയമായ നീക്കം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് സംവിധായകനും തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഫെഫ്കയിലും എത്തിയ ഒരു പരാതിയാണ്. അതവിടെ പരിഹരിച്ച ശേഷമാണ് ഒരു പോലീസിലേക്ക്, അല്ലെങ്കിൽ ഒരു നിയമപരമായി ഇതിനെ സമീപിക്കാൻ നിർമ്മാതാവ് തുനിഞ്ഞത്. ഒരു വർഷം, സിനിമ റിലീസായി 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു വ്യാജ പരാതിയുമായി നിർമ്മാതാവ് എത്തിയിരിക്കുന്നത് എന്നാണ് സംവിധായകൻ ന്യൂസ് 18 പറഞ്ഞിരിക്കുന്നത്. എൽദോ, ഈ നവമി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഈ മാസ്റ്റർ കോപ്പി അദ്ദേഹം അപഹരിച്ചു എന്നുള്ളതാണല്ലോ പ്രധാന പരാതി. അതിനെപ്പറ്റി എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്? എവിടെയാണ് ഈ മാസ്റ്റർ കോപ്പി എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഇതിൽ വ്യക്തതയുണ്ടോ ഷംസുദ്ദീൻ? ഷംസുദ്ദീൻ പറയുന്നത് പ്രകാരം ഈ മാസ്റ്റർ കോപ്പി, അതായത് ചിത്രം റിലീസായി അതിന്റെ OTT-യിലുമായി പിന്നെ എങ്ങനെയാണ് മാസ്റ്റർ കോപ്പി തനിക്ക് കൈവശപ്പെടുത്താൻ പറ്റുന്നത്? അത് പൂർണ്ണമായും നിർമ്മാതാവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. നിർമ്മാതാവിന്റെ അനുമതിയില്ലാതെ സംവിധായകന് പോലും ഈ മാസ്റ്റർ കോപ്പി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് സംവിധായകൻ പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇത് എഡിറ്റ് ചെയ്ത സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലോ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായി ഇതിന്റെ ഒരു കണക്കുണ്ട്, അല്ലെങ്കിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് ആരാണ് കൈപ്പറ്റിയത്, ഏത് ഡേറ്റിലാണ് കൈപ്പറ്റിയത്, ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തു വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാസ്റ്റർ കോപ്പി ആരുടെ കൈവശമുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതുപോലും പരിശോധിക്കാതെയാണ് പോലീസ് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് സംവിധായകൻ പറഞ്ഞു വെക്കുന്നത്. സംവിധായകൻ പറയുന്നത് പ്രകാരം ആ നിർമ്മാതാവിന്റെ കയ്യിൽ തന്നെയാണ്, അതായത് ആൻസരികയുടെ കയ്യിൽ തന്നെയാണ് ഈ കോപ്പി ഉള്ളത്. അതവർ മാറ്റിവെച്ചതിന് ശേഷം വ്യാജ പരാതി തന്റെ മേൽ ചുമത്തുന്നു. അതായത് തന്റെ കരിയർ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ താനൊരു പ്രശ്നക്കാരനാണെന്ന് ഇൻഡസ്ട്രിയിലേക്ക് മൊത്തം അറിയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് താൻ ബലിയാടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് സംവിധായകൻ പറയുന്നത്. റൈറ്റ്. ഷംസുദ്ദീൻ അഭിലാഷം സിനിമയുടെ സംവിധായകനാണ്. ഷംസുദ്ദീനെതിരെ ഒരുപാട് പരാതിയുമായി നിർമ്മാതാവ് അടങ്ങത്തെത്തിയത്. പക്ഷേ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കളികളുണ്ട്, അതിന് പിന്നിൽ സമ്മർദ്ദമുണ്ട് എന്നാണ് ഇപ്പോൾ ഷംസുദ്ദീൻ പറയുന്നത്. ഷംസുദ്ദീൻ പറയുന്ന പ്രകാരം ഉന്നത ഓഫീസുകളിൽ നിന്ന് CM-ന്റെ ഓഫീസിൻ്റെ പോലും പേര് പരാമർശിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോലും സമ്മർദ്ദമുണ്ടായിരുന്നു. മാത്രമല്ല, ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള എന്തോ ഒരു വാശി, ഒരു പ്രഷർ ആ പോലീസുകാർക്ക് മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാതിലൊക്കെ പൊളിച്ച് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് ഷംസുദ്ദീൻ നവമി ദിനേശിനോട് വ്യക്തമാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാലും കൂടുതൽ വിവരങ്ങളുമായി ചേർന്ന് നവമി തന്നെയാണ് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.